ട്രാൻസ്ഫോമറിന്റെ മറ്റൊരു ലോയും അതെന്തുകൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കത് അനീതിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഒരു റേപ്പ് വിക്ടിം എന്ന് പറയുമ്പോൾ അവരുടെ ജെൻഡർ ഏതായാലും അവർ കടന്നു പോകുന്ന ആ ഒരു ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള ഒരു ട്രോമയ്ക്ക് നമ്മളുടെ നീതിപീഠം എന്തുകൊണ്ടാണ് രണ്ട് തരത്തിൽ സെർവ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടി ചോദിച്ചത്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ന്യൂട്രൽ നിയമങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് പഴയ കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന, അതായത് ഞാൻ അദ്ദേഹത്തെ നമ്മുടെ IPC എഴുതിയ ആളെ ഒന്നും ഞാൻ മോശമായിട്ടല്ല ഞാൻ എടുത്ത് പറയുന്നത്. കാര്യം മാറ്റങ്ങൾ ഓരോ കാലത്തിന് അനുസൃതമായി ഉണ്ടാവേണ്ട ഒരു വസ്തുതയാണ് മാറ്റങ്ങൾ. ഇപ്പൊ 377 എന്ന ആ ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു 377 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം അത് നമുക്ക് എടുത്തു മാറ്റിയത് തന്നെ എത്രത്തോളം നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ജനറൽ ന്യൂട്രൽ നിയമങ്ങൾ. അതായത് ഈ പറയുന്ന സെക്ഷൻ 376 സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ റേപ്പ് എന്ന വസ്തുത ആരെല്ലാം ഫേസ് ചെയ്യുന്നോ അവർക്ക് ഹീനസ് ആയിട്ടുള്ള ഒരു ക്രൈം, അത്ര ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ബില്ല് അത് നമ്മുടെ ലെജിസ്ലേറ്റർ, സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന ബില്ല് അത് തമിഴ്നാട്ടിലുള്ള MP ആണ് ഇത് മുൻപാകെ ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ബില്ലിന് ശേഷം ഉണ്ടാകേണ്ട കുറെ അപ്ഡേഷണൽ അമെന്റ്മെന്റുകളും ഉണ്ട്. അതിനു വേണ്ടിയുള്ള ഹോംവർക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും എന്നെ വിളിച്ച കുറെ സൗഹൃദങ്ങളും കുറെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കുറെ മനുഷ്യാവകാശ പ്രവർത്തകരും, കാര്യം എല്ലാ ആക്ടിവിസ്റ്റുകളെയും ഞാൻ ഒരുപോലെ പറയില്ല, ഒരു ആക്ടിവിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാത്തിലും ഉണ്ട് കുറച്ചൊക്കെ പ്രശ്നക്കാര്, അത്ര തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജനറൽ ന്യൂട്രൽ നിയമം. അത് നമ്മൾ ഹോംവർക്ക് ചെയ്ത് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മുടെ ജനനായകന്മാരുടെയും കൂടി സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് പെട്ടെന്ന് നടപ്പിലാവുന്ന ഒരു കാര്യമല്ല. നമുക്കത് പതിയെ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.